കൂട്ടുകാരെ, നമുക്ക് പൊങ്കല്, വട, സാമ്പാർ, നാളികേര ചട്നി തമിഴ്നാട് സ്പെഷ്യല് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ഗ്ലാസ് ജീരക റൈസ് അരി, അതിന്റെ മുകളിൽ കുറച്ച് ഭാഗം വിട്ടു നിൽക്കുക. അതിൽ നമ്മൾ പായസപ്പരിപ്പ് ഇല്ലേ, ആ പായസപ്പരിപ്പിന്റെ അരി അപ്പൊ മുക്കാൽ ഭാഗത്തിനേക്കാളും കുറച്ച് അരി കുറച്ച് വിട്ടുന്നിട്ട് അതിൽ പായസപ്പരിപ്പ് ഇടാം. നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നെയ്യ് ഒഴിച്ച് ചെറിയ തീയിൽ നന്നായി വറുത്തെടുക്കുക. ഒരു നല്ല സ്മെല്ല് വരും. അപ്പൊ ഒരു 5 മിനിറ്റ് നേരം വറുത്തെടുക്കുക. ഇനി നമ്മൾ പരിപ്പും അരിയും കൂടി ഒരു ഗ്ലാസ്സാണ് അളന്നത്. ആ ഒരു ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഉപ്പ് ആ വെള്ളത്തിലൊക്കെ കൈ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ലൈറ്റാ മുൻതൂക്കം നിൽക്കണം. അപ്പൊ അരി വെന്ത് ആവുമ്പോ കറക്റ്റായിടും. ഇനി ഒരേ ഒരു വിസല്. ഈ സമയം നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് കഴുകി മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ, ചെറിയ ഉള്ളിയും ചേർത്ത് ഒരു 4 വിസിൽ വരെ കേൾക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തുണ്ട്. അപ്പൊ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില പൊട്ടിച്ചു കഴിഞ്ഞാൽ ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി ഇട്ട് നന്നായി വാട്ടിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് വരണ്ട് കിട്ടാനായിട്ട്. ഇനി മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് സാമ്പാറിന് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതും കൂടി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 നിമിഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിരുന്ന് നന്നായി തിളയ്ക്കണം. സാമ്പാർ എന്ന് വെച്ചാൽ നല്ല തിള വരണം, എന്നാലാണ് സാമ്പാറാവുള്ളൂ. അപ്പൊ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ടിഫിൻ സാമ്പാറിന് ഒരു പ്രത്യേകതയുണ്ട്, അതിൽ കുറച്ച് മധുരം ചേർക്കാം. അപ്പൊ 10 മിനിറ്റ് കഴിയുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കുക, മല്ലിയില ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി. ഇനി നാളികേര ചട്നിക്ക് നാളികേരത്തിൽ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, കുറച്ച് ശർക്കര, പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി അരച്ച് എടുക്കുക. താളിക്കാനായിട്ട് കടുക്, ഉഴുന്നുംപരിപ്പ്, കറിവേപ്പില, ഉണക്കമുളക്, കായപ്പൊടി. നമ്മുടെ നാളികേര ചട്നി റെഡി. രാത്രി വെള്ളത്തിൽ കുതിർക്കാനിട്ട ഉഴുന്ന് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി ഗ്രൈൻഡറിൽ അടിച്ചെടുക്കുക. ഗ്രൈൻഡർ ഇല്ലാത്തവർ മിക്സിയിൽ അടിച്ചെടുക്കുക. ഗ്രൈൻഡറിൽ അടിച്ചെടുത്താൽ നല്ലതായിരിക്കും. അത് അവിടെ നിന്ന് അടിക്കട്ടെ. ഇനി നമുക്ക് പൊങ്കൽ റെഡിയാക്കാം. ചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് ആദ്യം നമ്മൾ കുരുമുളക് ഇടണം, പിന്നെ നമ്മൾ ജീരകം, പിന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തത്, കറിവേപ്പില, ഈ ക്രമത്തിൽ തന്നെ ഇടണം. ആദ്യം കുരുമുളക് പൊട്ടിക്കണം. എന്നിട്ട് എല്ലാം ലൈറ്റായിട്ട് മുറുകി വാടി കഴിയുമ്പോൾ അതിലോട്ട് അണ്ടിപ്പരിപ്പും കായപ്പൊടിയും ചേർത്ത് നേരെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊങ്കലരിയിൽ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ പൊങ്കലും തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് പൊങ്കൽ റെഡി, നാളികേര ചട്നി റെഡി, സാമ്പാർ റെഡി. ഇനി നമ്മുടെ ഉഴുന്നുവടയ്ക്കുള്ള ഇഞ്ചി ചോപ്പ് ചെയ്യാം. അതിലോട്ട് ഒരു 4 സവാള 5 സവാള ഇട്ട് കൊടുത്ത് നന്നായി ചോപ്പ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ അരച്ച ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കറിവേപ്പില, ഉപ്പ്, കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഓട്ടുണ്ടാക്കി ഉഴുന്നുവട ചൂടാം. അപ്പോൾ നമ്മുടെ കാലത്തെ തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യലാണ് ഉഴുന്നുവട, നാളികേര ചട്നി, പൊങ്കൽ, സാമ്പാർ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ മെയ്ഡ് സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവരും കാണണം. അപ്പം ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരാട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? അടുത്ത പൊങ്കലിന് ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കാം. ബൈ ബൈ ഫ്രണ്ട്സ്.